നെഹെമിയ അധ്യായം 13. ആ ദിവസം ജനം കേൾക്കെ മോശയുടെ നിയമഗ്രന്ഥത്തിൽ നിന്ന് അവർ വായിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: അമ്മോന്യരെയും മോവാബ്യരെയും ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിപ്പിക്കരുത്. ഇസ്രായേൽ ജനത്തെ അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം അവരെ ശപിക്കാൻ ബാലാവിനെ കൂലിക്കെടുത്തവരാണ് അവർ. എന്നാൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമായി മാറ്റി. നിയമം വായിച്ചു കേട്ട ജനം അന്യജനതകളെ ഇസ്രായേലിൽ നിന്ന് അകറ്റി. എന്നാൽ ഇതിനു മുൻപ് പുരോഹിതനും തോബിയായുടെ സുഹൃത്തും ദേവാലയ മുറികളുടെ ചുമതലക്കാരനുമായ എലിയാഷിബ് തോബിയായ്ക്ക് വേണ്ടി ഒരു വലിയ മുറി സജ്ജമാക്കി. അതിലാണ് ധാന്യബലിക്കുള്ള വസ്തുക്കളും കുന്തുരുക്കവും പാത്രങ്ങളും ലേവ്യർ, ഗായകർ, കാവൽക്കാർ എന്നിവർക്ക് കൽപ്പനപ്രകാരം നൽകിയിരുന്ന ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള സംഭാവനകളും മുൻപ് സൂക്ഷിച്ചിരുന്നത്. ഈ സമയത്ത് ഞാൻ ജെറുസലമിൽ ഉണ്ടായിരുന്നില്ല. ബാബിലോൺ രാജാവായ അർത്താക്സർക്സിൻ്റെ 32-ാം ഭരണവർഷത്തിൽ ഞാൻ രാജാവിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു. കുറച്ചുകാലം കഴിഞ്ഞ് ഞാൻ രാജാവിനോട് വിടവാങ്ങി ജെറുസലമിൽ തിരിച്ചെത്തി. ഏലിയാഷിബ് ദേവാലയാങ്കണത്തിൽ തോബിയായ്ക്ക് വേണ്ടി ഒരു മുറി സജ്ജമാക്കുക എന്ന ഹീനകൃത്യം ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. കോപിഷ്ഠനായ ഞാൻ തോബിയായുടെ ഗൃഹോപകരണങ്ങൾ പുറത്തെറിഞ്ഞു. മുറിയുടെ ശുദ്ധീകരണ കർമ്മം നിർവഹിക്കാൻ ഞാൻ ആജ്ഞാപിച്ചു. ദേവാലയത്തിലെ പാത്രങ്ങളും ധാന്യബലിക്കുള്ള വസ്തുക്കളും കുന്തിരിക്കവും അതിൽ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു. ലേവ്യരുടെ ഓഹരി മുടങ്ങിയെന്നും ശുശ്രൂഷ ചെയ്തിരുന്ന ലേവ്യരും ഗായകന്മാരും താന്താങ്ങളുടെ വയലുകളിലേക്ക് പോയെന്നും ഞാൻ അറിഞ്ഞു. ദേവാലയത്തെ പരിത്യജിച്ചത് എന്തിന് എന്ന് ചോദിച്ച് ഞാൻ ചുമതലപ്പെട്ടവരെ ശാസിച്ചു. ലേവ്യരെയും ഗായകരെയും ഞാൻ പൂർവ്വസ്ഥാനങ്ങളിലാക്കി. യൂദാജനം ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം കലവറയിൽ കൊണ്ടുവന്നു. സംഭരണശാലകളുടെ സൂക്ഷിപ്പുകാരായി പുരോഹിതൻ ഷെലമിയായെയും നിയമജ്ഞൻ സാദോക്കിനെയും ലേവ്യനായ പെദായായെയും അവർക്ക് സഹായത്തിന് സക്കൂറിൻ്റെ മകനും മത്താനിയായുടെ പൗത്രനുമായ ഹനാനെയും ഞാൻ നിയമിച്ചു. അവർ വിശ്വസ്തരായി പരിഗണിക്കപ്പെട്ടിരുന്നു. തങ്ങളുടെ സഹോദരന്മാർക്ക് അവരുടെ ഓഹരി നൽകുകയായിരുന്നു അവരുടെ ചുമതല. എൻ്റെ ദൈവമേ, ഈ പ്രവൃത്തി മൂലം എന്നെ സ്മരിക്കണമേ. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അങ്ങയുടെ ശുശ്രൂഷയ്ക്കും വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള സൽകൃത്യങ്ങൾ അങ്ങ് മറക്കരുതേ. അക്കാലത്ത് യൂദാജനം സാപത്തിൽ മുന്തിരിച്ച കാട്ടുന്നതും ധാന്യക്കറ്റ കഴുതപ്പുറത്ത് കയറ്റുന്നതും ജെറുസലമിലേക്ക് വീഞ്ഞ്, മുന്തിരി, അത്തിപ്പഴം എന്നിവയും മറ്റു ചുമടുകളും കൊണ്ടുവരുന്നതും ഞാൻ കണ്ടു. അവ വിൽക്കുന്നവരെ ഞാൻ ശാസിച്ചു. ടൈറിൽ നിന്ന് വന്ന് ജെറുസലമിൽ വസിച്ചിരുന്ന ആളുകൾ സാപത്തിൽ യൂദായിലെയും ജെറുസലമിലെയും ജനത്തിനു വേണ്ടി മത്സ്യവും മറ്റ് സാധനങ്ങളും കൊണ്ടുവന്ന് വിറ്റിരുന്നു. യൂദായിലെ പ്രമുഖന്മാരെ ഞാൻ കുറ്റപ്പെടുത്തി. സാബത്ത് ദിനത്തെ അശുദ്ധമാക്കി എത്ര വലിയ തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ നമ്മുടെ ദൈവം നമുക്കും നമ്മുടെ നഗരത്തിനും ഈ ദുരിതം വരുത്തിയത്. എന്നിട്ടും സാബത്ത് അശുദ്ധമാക്കി നിങ്ങൾ ഇസ്രായേലിൻ്റെ മേൽ പൂർവോപരി ക്രോധം വിളിച്ചു വരുത്തുന്നു. സാബത്തിന് മുൻപ് ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ജെറൂസലമിൻ്റെ കവാടങ്ങൾ അടയ്ക്കണമെന്നും സാബത്ത് കഴിയുന്നത് വരെ തുറക്കരുതെന്നും ഞാൻ നിർദ്ദേശിച്ചു. സാബത്ത് ദിവസം കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കാൻ ദാസന്മാരെ ഞാൻ കാവൽ നിർത്തി. കച്ചവടക്കാർക്കും എല്ലാവിധ വ്യാപാരികൾക്കും ജെറൂസലമിന് വെളിയിൽ 1-2 പ്രാവശ്യം താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവരെ ശാസിച്ചു: നിങ്ങൾ എന്താണ് മതിലിന് മുൻപിൽ താമസിക്കുന്നത്? ഇത് തുടർന്നാൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. പിന്നീട് അവർ സാബത്തിൽ വന്നിട്ടില്ല. സാബത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കേണ്ടതിന് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും കവാടങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യാൻ ലേവ്യരോട് ഞാൻ കൽപ്പിച്ചു.
എൻ്റെ ദൈവമേ, ഇതും എനിക്കനുകൂലമായി ഓർക്കണമേ. അങ്ങയുടെ അനശ്വര സ്നേഹത്തിൻ്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. ഇക്കാലത്ത് അഷ്ദോദ്, അമ്മോൻ, മൊവാബ് എന്നീ ദേശങ്ങളിലെ സ്ത്രീകളെ വിവാഹം ചെയ്ത യഹൂദരെ ഞാൻ കണ്ടു. അവരുടെ സന്താനങ്ങളിൽ പകുതി പേരും അഷ്ദോദ് ഭാഷയാണ് സംസാരിച്ചിരുന്നത്. യൂദായുടെ ഭാഷ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. താന്താങ്ങളുടെ ഭാഷ മാത്രമേ അവർ അറിഞ്ഞിരുന്നുള്ളൂ. ഞാൻ അവരോട് തർക്കിക്കുകയും അവരെ ശപിക്കുകയും ചിലരെ പ്രഹരിക്കുകയും ചെയ്തു. അവരുടെ തലമുടി ഞാൻ വലിച്ചു പറിച്ചു. അവരെ കൊണ്ട് ദൈവനാമത്തിൽ ശപഥം ചെയ്യിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് നൽകുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ സ്വീകരിക്കുകയോ അരുത്. ഇസ്രായേൽ രാജാവായ സോളമൻ ഇത്തരം സ്ത്രീകൾ നിമിത്തം പാപം ചെയ്തില്ലേ? അവനെപ്പോലൊരു രാജാവ് ജനതകൾക്കിടയിൽ ഇല്ലായിരുന്നു. ദൈവം അവനെ സ്നേഹിച്ചു. അവിടുന്ന് അവനെ ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവാക്കി. എന്നാൽ വിദേശീയ സ്ത്രീകൾ അവനെ കൊണ്ടുപോലും പാപം ചെയ്യിച്ചു. നിങ്ങളെ പിന്തുടർന്ന് ഞങ്ങളും ഈ വലിയ തിന്മകൾ ചെയ്യണമോ? വിദേശീയ സ്ത്രീകളെ വിവാഹം ചെയ്ത് നമ്മുടെ ദൈവത്തോട് വഞ്ചന കാണിക്കണമോ? പ്രധാന പുരോഹിതൻ എലിയാഷിബിൻ്റെ പുത്രൻ യഹോയാദായുടെ മക്കളിൽ ഒരുവൻ ഹൊറോണ്യനായ സൻബലത്താത്തിൻ്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു. അവനെ ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് ആട്ടിപ്പായിച്ചു. എൻ്റെ ദൈവമേ, അവർ പൗരോഹിത്യത്തെയും പൗരോഹിത്യ വാഗ്ദാനത്തെയും ലേവ്യരെയും അവഹേളിച്ചത് അവർക്കെതിരെ ഓർക്കണമേ. അങ്ങനെ വിദേശീയമായ എല്ലാറ്റിലും നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിച്ചു. പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കർത്തവ്യങ്ങൾക്ക് വ്യവസ്ഥയുണ്ടാക്കി. നിശ്ചിത സമയങ്ങളിൽ വിറകും ആദ്യഫലങ്ങളും അർപ്പിക്കുന്നതിന് വ്യവസ്ഥ ഏർപ്പെടുത്തി. എൻ്റെ ദൈവമേ, എന്നെ എന്നും ഓർമ്മിക്കണമേ. Chapter 13. At that time, when there was reading from the book of Moses in the hearing of the people, it was found written there that no Ammonite or Moabite may ever be admitted into the assembly of God, for they would not succor the Israelites with food and water, but they hired Balaam to curse them, though our God turned the curse into a blessing. When they had heard the law, they separated from Israel every foreign element. Before this, the priest Eliashib, who had been placed in charge of the chambers of the house of our God, and who was an associate of Tobiah, had set aside for the latter's use a large chamber, in which had previously been stored the cereal offerings, incense, and utensils, the tithes in grain, wine, and oil, allotted to the Levites, singers, and gatekeepers, and the offerings due the priests. During all this time I had not been in Jerusalem, for in the 32nd year of Artaxerxes, king of Babylon, I had gone back to the king. After due time, however, I asked leave of the king and returned to Jerusalem, where I discovered the evil thing that Eliashib had done for Tobiah in setting aside for him a chamber in the courts of the house of God. This displeased me very much, and I had all of Tobiah's household goods thrown outside the chamber. Then I gave orders to purify the chambers, and I had them replace there the utensils of the house of God, the cereal offerings, and the incense. I learned, too, that the portions due the Levites were no longer being given, so that the Levites and the singers who should have been carrying out the services had deserted, each man to his own field. I took the magistrates to task, demanding, "Why is the house of God abandoned?" Then I brought the Levites together and had them resume their stations. All Judah once more brought in the tithes of grain, wine, and oil to the storerooms. And in charge of the storerooms I appointed the priest Shelemiah, Zadok the scribe, and Pedaiah, one of the Levites, together with Hanan, son of Zakkur, son of Mattaniah, as their assistant. For these men were held to be trustworthy. It was their duty to make the distribution to their brethren. Remember this to my credit, O my God. Let not the devotion which I showed for the house of my God and its services be forgotten. In those days I perceived that men in Judah were treading the winepresses on the Sabbath.
that they were bringing in sheaves of grain, loading them on their asses, together with wine, grapes, figs, and every other kind of burden, and bringing them to Jerusalem on the Sabbath day. I warned them to sell none of these victuals. In Jerusalem itself, the Tyrians who were resident there were importing fish and every other kind of merchandise and selling it to the Judahites on the Sabbath. I took the nobles of Judah to task, demanding of them, "What is this evil thing that you are doing, profaning the Sabbath day? Did not your fathers act in this same way, with the result that our God has brought all this evil upon us and upon this city? Would you add to the wrath against Israel by once more profaning the Sabbath?" When the shadows were falling on the gates of Jerusalem before the Sabbath, I ordered the doors to be closed, and forbade them to be reopened till after the Sabbath. I posted some of my own men at the gate, so that no burden might enter on the Sabbath day. The merchants and sellers of various kinds of merchandise spent the night once or twice outside Jerusalem, but then I warned them, saying to them, "Why do you spend the night alongside the wall? If you keep this up, I will lay hands on you." From that time on they did not return on the Sabbath. Then I ordered the Levites to purify themselves, and to go and watch the gates, so that the Sabbath day might be kept holy. This too remember in my favor, O my God, and have mercy on me in accordance with your great mercy. Also in those days I saw Jews who had married Ashdodite, Ammonite, or Moabite wives. Of their children half spoke Ashdodite, and none of them knew how to speak Jewish. And so it was in regard to the languages of the various other peoples. I took them to task and cursed them. I had some of them beaten and their hair pulled out. And I adjured them by God, "You shall not marry your daughters to their sons, nor take any of their daughters for your sons or for yourselves." Did not Solomon, the king of Israel, sin because of them? Though among the many nations there was no king like him, and though he was beloved of his God, and God had made him king over all Israel, yet even he was made to sin by foreign women. Must it also be heard of you that you have done this same very great evil, betraying our God by marrying foreign women? One of the sons of Joiada, son of Eliashib, the high priest, was the son-in-law of Sanballat the Horonite. I drove him from my presence. Remember against them, O my God, how they defiled the priesthood, and the covenant of the priesthood, and the Levites. Thus I cleanse them of all foreign contamination. I established the various functions for the priests and Levites, so that each had his appointed task. I also provided for the procurement of wood at stated times, and for the first fruits. Remember this in my favor, O my God.